പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ പുലർച്ച കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടൊരു ദിവസമായി മാറുകയാണ്. ഒട്ടനവധി നല്ല കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു ദിവസം. നാളെ തുടങ്ങുന്ന ഭാഗ്യം തുടർച്ചയായിട്ട് ഒരാഴ്ച കാലം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർക്ക് അടുത്ത ദിവസം പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ച്. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കച്ചവടക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വിറ്റഴിക്കാൻ സാധിക്കും. പൊതുവെ ആരോഗ്യം തൃപ്തികരമാണെങ്കിലും ത്രിദോഷങ്ങളുടെ ഉപദ്രവം, ത്വക്കിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കും. കാര്യതടസ്സങ്ങൾ ഈ ദിവസം ഉണ്ടാകില്ല. മനസ്വസ്ഥത ഉള്ളൊരു ദിവസം ആണിവർക്ക് ലഭിക്കുന്നത്. മക്കളുടെ രോഗാരിഷ്ടതകൾക്ക് ശമനം കണ്ടു തുടങ്ങും. പ്രത്യേകം ഈ ഒരു ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോലീസ് കേസുകളിൽ അകപ്പെടാതിരിക്കാൻ നോക്കുക. പ്രായോഗിക ബുദ്ധി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസം നേടും. മുൻകോപം മൂലം കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരു അവസരം കൂടിയാണ് ഇവർക്ക് വരുന്നത്. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ അവസരമുണ്ട്. അലങ്കാര വസ്തുക്കൾ ഇവ വാങ്ങാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പുഷ്പാഞ്ജലി, പാൽപായസ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഈ ദിവസം ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു ആനുകൂല്യം അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാൻ ഉള്ളൊരു യോഗം കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം. ധനാഗമങ്ങൾ ഉണ്ടാകും. നേത്രരോഗം, ഉദരബന്ധിയായ അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടേണ്ടതായിട്ട് വരും. പല ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മാർഗതടസ്സങ്ങൾ മാറിക്കിട്ടും. വീട്ടിൽ കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ടതായിട്ട് വരും. പൊതുവെ അംഗീകാരവും ആദരവും ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും. മുടങ്ങിയ വിവാഹ ആലോചനകൾ സജീവമാകും. കൊടുക്കൽ വാങ്ങലുകൾ മെച്ചപ്പെടും. മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പുനരാരംഭിക്കും. ദോഷപരിഹാരമായിട്ട് ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിലെ മകയിരം നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. നാളെ പുലർച്ചെ മുതൽ ജീവിതത്തിനൊരു ലക്ഷ്യബോധം ഉണ്ടാകും. അലഞ്ഞും തിരിഞ്ഞു നടക്കുന്ന അവസരങ്ങൾ മാറിക്കിട്ടും. ചിലവുകളൊക്കെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചായിരിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ എതിർപ്പ് കുറയും. ധനാഗമങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ലോഹദ്രവ്യങ്ങൾ വിറ്റ് പണം വരാൻ ഇടയുണ്ട്. ബന്ധുജനങ്ങളോടുള്ള കലഹം കുറഞ്ഞു തുടങ്ങും. സംസാരത്തിൽ മിതത്വം പാലിക്കണം. ഗവൺമെൻറ്റിലേക്കും ബാങ്കുകളിലേക്കും മറ്റും കൊടുക്കാനുള്ള പണം കണക്കുകൾ തെറ്റി നൽകാൻ ഇടയുണ്ട്.
അപ്രതീക്ഷിത യാത്രകൾ വേണ്ടിവരും. സ്ഥാനക്കയറ്റം ലഭിക്കും. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും സാധിക്കും. ധനകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. അച്ഛനോ തത്തുല്യവർക്കോ രോഗാരിഷ്ടതകൾ ഉണ്ടാകും. പല ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. നീർക്കെട്ട്, ജലബന്ധിയായ മറ്റ് അസുഖങ്ങൾ ഇവ മാറിക്കിട്ടും. ഭൂമി കച്ചവടങ്ങൾ സജീവമാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കർക്കിടക കൂറിൽ പുണർദം, നാലാപാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട്ടിലെ അസ്വസ്ഥതകൾക്ക് കുറവുകൾ കണ്ടു തുടങ്ങും. മരണതുല്യമായ അവസരങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. പ്രാർത്ഥനകൾക്കും മറ്റും ഫലം ഇരട്ടിക്കും. പലതരത്തിലുള്ള സന്തോഷ അനുഭവങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ വിജയസാധ്യതകൾ ഉണ്ടാകും. അഗ്നിയുടെയും കള്ളന്മാരുടെയും ഉപദ്രവം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മനോവിചാരം കുറഞ്ഞു തുടങ്ങും. പലവിധ രോഗാരിഷ്ടതകളാൽ കഷ്ടപ്പെടും. ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ അവസരം ലഭിക്കും. വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. യാത്രക്കിടയിലെ ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും മാറും. ബന്ധുജനങ്ങളുടെ അകൽച്ചയും മാനസികമായ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ചിലവുകളൊക്കെ വളരെ കുറവായിരിക്കും. സംസാരത്തിൽ അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങൾക്കുള്ള മുടക്കങ്ങൾ മാറിവരും. തൊഴിൽ രംഗം മെച്ചപ്പെടും. വാഹനങ്ങൾ മാറി വാങ്ങാൻ നല്ല അവസരമുണ്ട്. പൊതുധനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാജനം കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കാൻ ഇവർ ഒന്ന് നോക്കണം. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. ഒരുപാട് ധനലാഭ ഐശ്വര്യങ്ങൾ ഇവർക്ക് ലഭിക്കും. വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അവർക്ക് ഇനിയുള്ള ദിവസങ്ങൾ നല്ല വിജയങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിവാഹമോചന കേസുകളിലെ ഗൗരവം കുറഞ്ഞു തുടങ്ങും. അപവാദം കേൾക്കേണ്ട സാഹചര്യത്തിൽ നിന്നും കരകയറും. ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും. അലസതയും മന്ദതയും എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നത് കൊണ്ട് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. മക്കളെ കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കും. ആജ്ഞാസിദ്ധി കൊണ്ട് പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വരും ദിവസങ്ങളിൽ മുൻകോപം നിയന്ത്രിക്കണം. പല ഭാഗ്യങ്ങളും ഉണ്ടാകുമെങ്കിലും ഇവരുടെ മുൻകോപം മൂലം തടസ്സങ്ങൾ വരികയും പൂർണ്ണമായിട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്യും. തർക്ക വിഷയങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. ഭാവി കാര്യങ്ങളിലേക്ക് പല തീരുമാനങ്ങളും എടുക്കും. തൊഴിൽ സ്ഥാപനങ്ങളിൽ കൂടുതൽ മുതൽ മുടക്കും. മൂത്രാശയബന്ധിയായും ഗർഭാശയബന്ധിയായിട്ടും ഉള്ള അസുഖങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. കരാർ ജോലിക്കാർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും. ദോഷപരിഹാരമായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിലെ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനനേട്ടങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. കാര്യതടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. തൃപ്തികരമായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. സുഗന്ധദ്രവ്യങ്ങൾ കിട്ടാൻ ഇടയുണ്ട്. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകും. ലക്ഷ്യബോധമില്ലാതെ വളരെ ദൂരം സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങൾ, അത് ധനനഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധനാവസ്ഥയ്ക്ക് യുക്തമായ ഔഷധ ചികിത്സ ലഭിക്കുകയും ഇതിനൊരു പരിഹാരം ലഭിക്കുകയും ചെയ്യും. മനസ്സിലെ ഭീതി കുറഞ്ഞു തുടങ്ങും. വരും ദിവസങ്ങൾ ഇനി അങ്ങോട്ട് ദാമ്പത്യ സൗഖ്യം വളരെ കൂടുതലാണ്. കോടതി കേസുകൾ കൂടുതൽ ശ്രദ്ധ വേണം. പാഴ്ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗത്തെ കലഹങ്ങൾ മാറും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും മാറും.
സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ നോക്കണം. വാതബന്ധിയായ കാലുവേദന, കഴുത്തിനു മുകളിലുള്ള അംഗങ്ങളിലുള്ള രോഗപീഠ ഇവ ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.